റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കാസർഗോഡ് ബദിയടുക്കയിലെ കസ്റ്റഡി മർദ്ദനത്തിൽ പോലീസിനെതിരെയാണ് ഗുരുതര ആരോപണം ഉയരുന്നത്. മർദ്ദനമേറ്റ അജിത്തിന്റെ കുടുംബം രംഗത്ത് വരികയാണ്. യാതൊരു തെറ്റും ചെയ്യാതെ പോലീസ് മർദ്ദിച്ചു എന്നാണ് ആരോപണം. രാത്രി വീട്ടിലെത്തി ബലം പ്രയോഗിച്ചുകൊണ്ടാണ് അജിത്തിനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുപോയത്. പോലീസ് വാഹനമില്ലാതെ മഫ്തിയിലാണ് ഈ പോലീസുകാർ വന്നത്. ബന്ധുക്കളുടെ മുന്നിൽ വെച്ചും സ്റ്റേഷനിൽ വെച്ചും ക്രൂരമായി മർദ്ദിച്ചുവെന്നും ബന്ധുക്കൾ പറയുന്നു. അടയ്ക്കാമോഷണം ആരോപിച്ചുകൊണ്ടാണ് അജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സംഭവിച്ചത് പറഞ്ഞാൽ ഇപ്പം 3 പേര് പോലീസ് വന്നു. അപ്പം നമ്മ 4 ഇടുന്നുണ്ടായിരുന്നു. അനിയനോട് ചോദിച്ചു നിന്റെ പേര് എങ്ങനെ? അപ്പോൾ ഓന് പറഞ്ഞു എന്റെ പേര് ഇങ്ങനെ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അജിത്ത് എന്ന് പറയുമ്പോൾ ഓനെ കോൾഡ് കുടിച്ചിട്ട് തച്ചിട്ട് ഓരോ കൊണ്ടുപോയി മീത്ത് കൊണ്ടുപോയിട്ട് കുറെ സമയമുണ്ട്. അപ്പൊ നോക്കി എന്ത് ഇവന് വരുന്നില്ല നോക്കുമ്പോ ഇവർ കാറിൽ കൊണ്ടുപോയി. അപ്പൊ നമ്മ കുറേ വിളിച്ചോണ്ട് ഫോണിലേക്ക് ഓന് ഫോണേ എടുക്കുന്നില്ല. പോലീസ് വാഹനത്തിലാണോ? അല്ലല്ല, കാറിൽ കൊണ്ടുപോയത്. അവർ ഡ്രസ്സിലുണ്ടായിട്ടില്ല, ഈ കളർ ഡ്രസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. എൻക്വയറി ആക്കിയിട്ട് കൊണ്ടുവന്ന് വിട്ടത് ഓരോ വണ്ടിയിൽ തന്നെ, പോലീസ് വണ്ടിയിൽ തന്നെ കൊണ്ടുപോയത്. പിന്നെ ഓൻ വന്നിട്ട് പറഞ്ഞു എന്റെ കാറിൽ കുറെ തച്ചു, പിന്നെ സ്റ്റേഷനിൽ തച്ചു എല്ലാം പറഞ്ഞു. തോന്നു തെറ്റ് ചെയ്യാത്തന്നെ ഞാൻ എന്തിന് ഇതാക്കണം. അപ്പൊ അവർ പറഞ്ഞു നീ തെറ്റ് ചെയ്തിനി, നീ എന്നല്ല ചെയ്ത്, അപ്പൊ എല്ലാം കുറ്റം നിനക്ക് തന്നെ ഇടുന്നു എല്ലാം പറഞ്ഞോലു. ഓൻ തെറ്റ് ഇതുവരെ ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ അവർ പറയാൻ അങ്ങനെ? അപ്പൊ ഓന വന്നിട്ട് എന്നോട് പറഞ്ഞു അമ്മ ഇങ്ങനെ എനിക്ക് കുറെ തല്ല് കൊടുത്തമ്മ, എന്താക്കണമ്മ കറിഞ്ഞിട്ട് ഞാൻ ചാവിന് പോയിട്ട് എന്റെ മാനമരീതി പോയമ്മ, ഞാൻ ചാവിന്. അപ്പൊ ഞാൻ ചാണ്ട് മോനെ എന്തെങ്കിലും എനിക്ക് പരിഹരിക്കാവും പറഞ്ഞു ഞാൻ അങ്ങനെയായിട്ട്. അരുൺ പൂപ്പറമ്പയോട് വിവരങ്ങൾ ചോദിക്കാം. അരുൺ, നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ പോലീസിന് വേണമെങ്കിൽ പ്രവർത്തിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ പോലീസ് ഗുണ്ടാ സംഘങ്ങളെ പോലെ രാത്രിയിൽ സ്ത്രീകൾ മാത്രമുള്ള വീട്ടിലേക്ക് കടന്നു കയറി ഇയാളെ മഫ്തിയിലെത്തി, ഒരു പോലീസ് വാഹനം പോലും ഉണ്ടായിരുന്നില്ല, പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. സ്റ്റേഷനിലെത്തിച്ച് അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയായിരുന്നു. കാക്കിക്കുള്ളിലെ ഗുണ്ടകളും തന്നെ ഇവരെ വിളിക്കേണ്ടി വരും. ഈ യുവാവിന് വലിയ മാനനഷ്ടം ഉണ്ടായിട്ടുണ്ട്, ശാരീരിക പ്രയാസം ഉണ്ടായിട്ടുണ്ട്, നാട്ടിൽ ഇയാൾക്ക് വലിയ പേരുദോഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇയാളൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നീട് യഥാർത്ഥ പ്രതികളെ പിടികൂടുകയും ചെയ്തു. അപ്പോൾ ഇവർക്കെതിരെ, ഈ പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവേണ്ടതല്ലേ? അടക്കമോഷണം നടന്ന സ്ഥലത്ത് നിന്നും പോലീസ് ശേഖരിച്ച CCTV ദൃശ്യത്തിലുള്ള പ്രതിയുമായി അജിത്തിന് രൂപസാദൃശ്യമുണ്ട്. ഇതേ തുടർന്നാണ് ബദിയടുക്ക പോലീസ് 8-ാം തീയതി രാത്രി അജിത്തിനെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുക്കുന്നത്. ഈ കസ്റ്റഡിയിലെടുക്കുമ്പോഴും തുടർന്ന് സ്റ്റേഷനിലെത്തിച്ച് സ്റ്റേഷനിൽ വെച്ചും ക്രൂരമായിട്ടുള്ള മർദ്ദനമുണ്ടായി എന്നാണ് അജിത്തിന്റെ പരാതിയിൽ പറയുന്നത്. ഉടുതുണി ഉൾപ്പെടെ അഴിപ്പിച്ച് അത്തരത്തിലുള്ള മർദ്ദനമുണ്ടായി. ഈ കുറ്റം അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഭീഷണിയും സമ്മർദ്ദവും പോലീസിന്റെ ഭാഗത്തുണ്ടായി എന്നും അജിത്തിന്റെ പരാതിയിൽ പറയുന്നുണ്ട്. പോലീസ് അത് നിഷേധിക്കുകയാണ്. കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആ CCTV ദൃശ്യത്തിൽ അങ്ങനെ ഒരു രൂപസാദൃശ്യം കണ്ടതുകൊണ്ട് കസ്റ്റഡിയിലെടുത്തു, പിന്നീട് ചോദ്യം ചെയ്ത് വിട്ടയച്ചു എന്നതാണ് പോലീസിനെ സംബന്ധിച്ച വിശദീകരണം. ഇതിലാണിപ്പോൾ അജിത്തിന്റെ കുടുംബം ഗുരുതരമായിട്ടുള്ള ആരോപണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. 8-ാം തീയതി രാത്രി കസ്റ്റഡിയിലെടുക്കുന്ന ഘട്ടത്തിൽ പോലീസ് ഈ മഫ്തി വേഷത്തിലാണ് വന്നത്, ഒരു സ്വകാര്യ വാഹനത്തിലാണ് വന്നത്. യാതൊരു കാര്യവും പറയാതെ, വീട്ടുകാരോടൊന്നും പറയാതെ അജിത്തിനെ ബലം പ്രയോഗിച്ച് അവിടുന്ന് പിടിച്ചു വലിച്ച് കൊണ്ടുപോവുകയായിരുന്നു. ആ സമയത്തും മർദ്ദനമുണ്ടായിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. എന്തായാലും വലിയ നാണക്കേട് ആ നാട്ടിൽ അജിത്ത് എന്ന യുവാവിന് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് കുടുംബം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ നടപടി അന്വേഷിച്ച് കൃത്യമായ നടപടി വേണം എന്ന് ഈ കുടുംബം ആവശ്യപ്പെടുകയാണ്. ഒരു കാര്യത്തിൽ ഇതിൽ പ്രസക്തമാണ്, അതായത് ഒരു സംശയത്തിന്റെ പേരിൽ ഒരു യുവാവിനെ ഈ രീതിയിൽ രാത്രി വീട്ടിൽ വന്ന് ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ടു പോകേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. കാരണം നോട്ടീസ് നൽകുകയോ അല്ലെങ്കിൽ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയോ ചെയ്യാൻ കഴിയുന്ന നിയമപരമായ സാധ്യതകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ അജിത്ത് കുറ്റക്കാരനല്ല എന്ന് പിന്നീട് ബോധ്യമായി. ഇതിൽ യഥാർത്ഥ പ്രതികളായിട്ടുള്ള 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്തായാലും കുടുംബം പറയുന്നത് ഇതിലൂടെ മർദ്ദനം മാത്രമല്ല വലിയ നാണക്കേട് കൂടി ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ഇതിൽ കൃത്യമായ നടപടി വേണം, കൃത്യമായ അന്വേഷണം വേണമെന്നാണ് അജിത്തിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത്. ശരി, ശക്തമായ നടപടിയിലൂടെയെങ്കിലും ആ ഒരു യുവാവിന് നീതി ലഭിക്കട്ടെ.